എങ്ങനെയെങ്കിലും ബി ജെ പിയിലെത്താൻ കെ സുധാകരൻ. സുധാകരന് വേണ്ടി വലവിരിച്ച ബി ജെ പിക്ക് നിരാശ. വിട്ടുകൊടുക്കാതെ സമ്മർദ്ദത്തിന് വഴങ്ങി കോൺഗ്രസ്. എല്ലാ തിരഞ്ഞെടുപ്പ് സമയങ്ങളിലും നടക്കാറുള്ള കസേര കളിയിൽ ഇത്തവണയും വിജയം കോൺഗ്രസ് പാർട്ടിക്ക് തന്നെയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നേടിയ മുന്നേറ്റത്തെ തുടർന്ന് ഭരണമാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് സ്ഥാനാർത്ഥി മോഹത്തിന് പിന്നിൽ. ഇനി അഥവാ എന്തെങ്കിലും സാഹചര്യത്തിൽ കോൺഗ്രസ് ഭരണത്തിലെത്തിയാൽ മന്ത്രിസ്ഥാനത്തിനുള്ള മാമാങ്കം തന്നെ ജനങ്ങൾ കാണേണ്ടി വരും. ചെന്നിത്തലയുടെ ഭാഷയിൽ ഇടതുമുന്നണി പോലെയല്ല ഞങ്ങളെന്നും, ഞങ്ങൾ ജനകീയ പാർട്ടി ആയതിനാൽ ചില ഒറ്റപ്പെട്ട തർക്കങ്ങളൊക്കെ കാണുമെങ്കിലും ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ രാവിലെ തട്ടിവിട്ടതാണ്. അപ്പോൾ തന്നെ മറ്റൊരു വാർത്ത പുറം ലോകത്തേക്കെത്തി. കെ സുധാകരൻ ബി ജെ പിയിലേക്ക് പോകും. കെ സുധാകരൻ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു കാരണം ഒപ്പിച്ച് ബി ജെ പിയിലേക്ക് പോകാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒറ്റയ്ക്ക് പോകണ്ട, ഞങ്ങൾ വിടില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം നിലപാടെടുത്തു. ഞാൻ ഇപ്പോൾ പുതിയ പാർട്ടി ഉണ്ടാക്കും, ഞാൻ ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോകും, ഞാൻ പോയാൽ കേരളത്തിലെ ഒരു വൻ പട തന്നെ തന്നോടൊപ്പം പാർട്ടി വിടുമെന്നും കോൺഗ്രസിനെ ഒന്ന് ഭയപ്പെടുത്തി വിട്ടു കെ സുധാകരൻ. നിലവിൽ കണ്ണൂരിലെ എം പി ആണ് സുധാകരൻ എന്ന് ഓർക്കണം. എം പി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എന്തിനാണ് എം എൽ എ സ്ഥാനത്തിനായി മസിൽ പിടിക്കുന്നത്? അതാണ് രാഷ്ട്രീയ കസേര കളിയുടെ ഒരു ത്രില്ല്. ഇനി എങ്ങാനും യു ഡി എഫിന് ഭരണം കിട്ടിപ്പോയാൽ ഒരു മന്ത്രി കസേര, അല്ലെങ്കിൽ ഒന്നുകൂടി പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കി മുഖ്യമന്ത്രി കസേര തന്നെ ഒപ്പിക്കാൻ പറ്റിയാലോ? എന്നാൽ ഗേറ്റിന് മുമ്പിൽ കെ സുധാകരൻ ഇപ്പോൾ വരുമെന്ന് കരുതി കാത്തിരുന്ന ബി ജെ പിക്ക് ഇത്തവണയും നിരാശ തന്നെ ബാക്കി. വന്നാൽ സ്വീകരിക്കുമെന്നും സ്ഥാനാർത്ഥിയാക്കാമെന്ന ഓഫറും മുമ്പിൽ വെച്ചു. അതുമാത്രമോ, കൂടെ വരുന്നവർക്കെല്ലാം വിവിധ മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള സുവർണാവസരവും നൽകും. ഹൈക്കമാൻഡ് മുട്ടുമടക്കി, സുധാകരന്റെ ആഗ്രഹത്തിന് വഴങ്ങി എന്നൊക്കെ പറഞ്ഞു പരത്തിയെങ്കിലും അങ്ങനെ ബി ജെ പിയിൽ പോയി വിലസണ്ട എന്ന ഒരു കുശുമ്പും ചില നേതാക്കൾക്കില്ലാതെ ഇല്ല. അതുകൊണ്ട് തന്നെ കെ സുധാകരന്റെ മുമ്പിൽ തങ്ങളുടെ നിയമങ്ങളൊക്കെ ഒന്ന് മാറ്റി എഴുതിയേക്കാമെന്ന് അങ്ങ് ദൂരെയുള്ള ഹൈക്കമാൻഡ് അങ്ങ് തീരുമാനിച്ചു. സുധാകരന് മാത്രം ഇളവ് നൽകി. കോൺഗ്രസിന്റെ പടക്കുതിരയായ സുധാകരനെ അങ്ങനെ കൈവിടാൻ കോൺഗ്രസിനാവില്ല. ഇനി അഥവാ കൈവിട്ടാൽ അങ്ങേര് ബി ജെ പിയിൽ ചേക്കേറും. ദേഷ്യം വന്നാൽ ആദർശമൊക്കെ പുരപ്പുറത്ത് കിടക്കും. സുധാകരന് ദേഷ്യം വന്നു, ഹൈക്കമാൻഡ് ഇളവ് നൽകി, കണ്ണൂരിൽ മത്സരിക്കും. ഇതറിഞ്ഞ അടൂർ പ്രകാശ് വെറുതെ ഇരിക്കില്ല. ഇനി അടൂർ പ്രകാശിന്റെ വകയാണ് അടുത്ത കസേര കളി. പൊട്ടിത്തെറിയുടെ വക്കിലെത്തിയ സുധാകരന് പിന്തുണയുമായി നിരവധി നേതാക്കൾ എത്തി എന്നതും ഹൈക്കമാൻഡിനെ ഞെട്ടിച്ചു. എല്ലാവരെയും വിളിച്ച് ഗുഡ് ബൈ മാത്രമാണ് പറഞ്ഞത്. അതോടെ കോൺഗ്രസ് ക്യാമ്പ് അങ്കലാപ്പിലായി. തിരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ കണ്ണൂർ സിംഹം കാട്ടിക്കൂട്ടുന്ന സമ്മർദ്ദ തന്ത്രം ജയത്തെ ബാധിച്ചാലോ എന്ന് മുതിർന്ന നേതാക്കൾക്ക് മനസ്സിലായി. ഒറ്റയാൾ പട്ടാളത്തിന്റെ വെല്ലുവിളിയിൽ അങ്ങ് ദൂരെയുള്ള ഹൈക്കമാൻഡ് മുട്ടുമടക്കിയെങ്കിലും ഇവിടെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. പ്രതിപക്ഷ നേതാവായ വി ഡി സതീശന് പാർട്ടിയിൽ ഒരു വിലയുമില്ലെന്നാണോ ഈ നേതാക്കൾ കരുതുന്നത്? എം പിമാർക്ക് മത്സരത്തിൽ ഇളവില്ലെന്ന നിബന്ധന അങ്ങനെ മറികടക്കാൻ സാധിക്കില്ലെന്നാണ് സതീശന്റെ വാദം. എം പി സ്ഥാനത്ത് നിൽക്കുന്ന കെ സുധാകരന് ഇളവ് നൽകിയാൽ മറ്റുള്ളവർക്കും ഇളവ് നൽകേണ്ടി വരുമെന്ന വി ഡി സതീശന്റെ വാദം അല്ലെങ്കിലും ശരിയല്ലേ? ചെന്നിത്തല കെ സുധാകരന് വേണ്ടി നിലകൊള്ളുന്നു. എന്നാലും നമ്മൾ തീരുമാനിച്ച നയം നടപ്പിലാക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് പ്രതിപക്ഷ നേതാവ്. ഹൈക്കമാൻഡ് ഇളവ് അംഗീകരിച്ചുവെങ്കിലും ഇപ്പോഴും സ്ഥാനാർത്ഥി പട്ടികയിൽ കെ സുധാകരൻ ഇല്ലെന്ന വിരോധാഭാസം ഇവിടെ നിലനിൽക്കുന്നു. ആകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞ മട്ടാണ്. എങ്ങനെയൊക്കെയോ ഹൈക്കമാൻഡിനെ കൊണ്ട് കാര്യങ്ങൾ സമ്മതിപ്പിച്ചതാണ്. അത് കഴിഞ്ഞ് നാട്ടിലെ വിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ കണ്ണൂർ നിയോജക മണ്ഡലം കമ്മിറ്റികളിൽ കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തോട് എതിർപ്പിലാണ് ഒരു കൂട്ടം പ്രവർത്തകരും നേതാക്കളും. അതിന് പ്രധാന കാരണം സുധാകരൻ മത്സരിച്ചാൽ വിജയിച്ചാൽ കണ്ണൂർ ലോക്സഭ ഉപതിരഞ്ഞെടുപ്പ് വരും. അതും കൂടി താങ്ങാൻ പറ്റുന്ന